മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ഇപ്പോഴും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, എന്താണ് ഇപ്പോൾ സ്ഥലത്തെ സാഹചര്യം? അനിഷ, ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരത്തിൽ മുന്നോട്ട് പോകുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നും സർക്കാർ ഇവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നും ആരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു മാർച്ച് ആരോഗ്യമന്ത്രിയുടെ വഴുതക്കാട്ടെ വസതിയിലേക്ക് നടത്തിയത്. വഴുതക്കാട്ടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഈ കമ്മീഷൻ ഓഫീസ് എത്തുന്നതിന് ഏതാനും മീറ്റർ മുൻപ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടയുകയുണ്ടായി. പന്തം കൊളുത്ത് പ്രകടനമായിട്ടാണ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. പന്തം കൊളുത്ത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ നിരത്തിയ റോഡിന് സമീപത്തായുള്ള ഫുട്പാത്തിന്റെ പരിസരത്ത് അല്പം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ടയർ കെട്ടിയായിരുന്നു പോലീസ് ആ സ്ഥലം ബന്ധിച്ചിരുന്നത്. അവിടെ വനിതാ പോലീസുകാരെ അടക്കം വിന്യസിച്ചിട്ടുമുണ്ടായിരുന്നു. അതുവഴി അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കം നടത്തി. അതുവഴി അപ്പുറത്തേക്ക് കടക്കാൻ നീക്കം നടത്തിയതോടുകൂടി തന്നെ പോലീസുകാർ ഇതിനെ ബലം പ്രയോഗിച്ച് ചെറുക്കുകയും ഈ പ്രവർത്തകരെ അവിടെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ വെച്ചൊരു വാക്കുതർക്കവും മൂട്ടും തള്ളും ചെറിയ തോതിലുള്ള ഒരു സംഘർഷവും ഒക്കെ ഉണ്ടായി. തുടർന്ന് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതായതോടുകൂടിയാണ് ഇവർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി തന്നെ പ്രവർത്തകർ പ്രകോപിതരായി. ഈ പ്രകോപിതരായ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു സമരത്തിൽ സമാധാനപരമായി വന്ന സമരത്തിൽ ഇത്തരമൊരു രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മടങ്ങുകയാണ്. പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവർ ഈ ആരോഗ്യമന്ത്രി വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് കൂടുതൽ സ്ഥിതി സങ്കീർണമാക്കിയത്. പക്ഷെ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോവുകയോ വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്തില്ല. എണ്ണത്തിൽ കുറവായിരുന്ന പ്രവർത്തകരെ പോലീസുകാർ കാര്യമായ രീതിയിൽ തന്നെ പ്രതിരോധിച്ചു. അവർക്ക് ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്കോ ഈ ആരോഗ്യമന്ത്രി വീട്ടിന് സമീപത്തേക്ക് പോകാൻ സാധിച്ചില്ല. ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടിയാണ് ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നും ആരോഗ്യമന്ത്രി വീട്ടിലേക്ക് കടന്നു കയറിയിട്ട് പോവുകയുള്ളൂ എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയതും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്ത് അത്തരത്തിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം അവർ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് സമരം അവസാനിപ്പിച്ച് മടങ്ങി പോവുകയാണ്. ഗോപാൽ, കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം അവിടെയുണ്ടോ, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഇപ്പോഴും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണോ? ഗോപാൽ, കേൾക്കാമോ? മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. നേരിയ രീതിയിലുള്ള സംഘർഷമൊക്കെ സ്ഥലത്ത് ഉണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ട്.